बड़े भाई साहब एक कहानी है। प्रेमचंद द्वारा लिखी गई कहानी है। कहानी का नाम क्या है? बड़े भाई साहब। ये कहानी विद्यार्थी जीवन पर आधारित है। लेखक ने बड़े भाई जो कि उसी आयु में 5 वर्ष बड़े हैं उसी के साथ ഹോസ്റ്റൽ में रहते हैं. അതായത് ഇതൊരു ബഡേ ഭായ് സാഹബ് എന്ന് പറയുന്ന ഒരു ലെസണാണ്. ഇതിനകത്ത് ലേഖകൻ തൻ്റെ ബഡേ ഭായിയെക്കുറിച്ചിട്ട് എഴുതിയിരിക്കുവാണ്. രണ്ടുപേരും ഹോസ്റ്റലിലാണ് താമസിക്കുന്നത്. ശ്രദ്ധിച്ചോണേ. അപ്പോൾ ഇതിൻ്റെ ആദ്യം തൊട്ട് നിങ്ങൾ നന്നായിട്ട് നോട്ട് ചെയ്തെടുത്തോണം. ഓക്കെ. मेरे भाई साहब मुझसे 5 साल बड़े लेकिन केवल 3 दर्जे आगे. उन्होंने भी उसी उम्र में पढ़ना शुरू किया था जब मैंने शुरू किया, लेकिन शिक्षा जैसे महत्व के मामले में वह जल्दबाजी से काम लेना पसंद न करते थे. मेरे भाई साहब मुझसे 5 साल बड़े हैं. എൻ്റെ ഭായ് സാഹബ് എന്നേക്കാൾ 5 വർഷം മൂത്താണ്. ലേക്കിൻ കേവൽ 3 ദർജയും അന്തർ ഹെ. ഞങ്ങൾക്കിടയിൽ 3 ക്ലാസിൻ്റെ ഡിഫറൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. एक कहानी विद्यार्थी जीवन पर आधारित है. लेखक के बड़े भाई जो के उसे आयु में 5 वर्ष बड़े हैं उसी के साथ कहाँ रहती है? हॉस्टल में रहती है. लेखक आयु में अपने भाई से 5 वर्ष छोटा होने के बावजूद कक्षा में मुझसे मात्र 3 वर्ष का भी पीछे है. उसका कारण ये है कि भाई साहब शिक्षा को बहुत अधिक महत्व देते हैं और इसे बारीकी से ग्रहण करने में विश्वास रखती हैं. അതായത് ഭായ് സാഹബ് എഡ്യൂക്കേഷന് ഭയങ്കര മഹത്വം കൊടുക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ നന്നായിട്ട് പഠിക്കത്തൊന്നും ഇല്ലായിരുന്നു എന്നുള്ളൊരു മീനിങ് ഇതിനകത്ത് വരുന്നുണ്ട് പിന്നീട് പഠിച്ചു വരുമ്പോൾ. അപ്പം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. इस भवन की बुनियाद बहुत मजबूत डालना चाहते थे जिस पर आलिशान महल बनते. 1 साल का काम 2 साल में करते थे, कभी कभी 3 साल भी लग जाते हैं. മനസ്സിലായോ? അവർ രണ്ടുപേരും കൂടെയുള്ള വ്യത്യാസം 5 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. പക്ഷെ 3 വർഷത്തിൻ്റെ ഡിഫറൻസേ ഉള്ളൂ ക്ലാസ്സിൽ. മനസ്സിലായി? ക്ലാസ്സുമായിട്ട് 3 വർഷത്തിൻ്റെ ഡിഫറൻസേ ഉള്ളൂ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ചിലപ്പം 2 വട്ടം പഠിക്കുമായിരുന്നു, ചിലപ്പം 2-3 തവണയൊക്കെ പഠിച്ചിട്ടാണ് ഒരു ക്ലാസ്സിൽ നിന്ന് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. इसी कारण वे कक्षा में 2 या कभी कभी 3 वर्ष तक का समय लग देती है. ഒരു വർഷം ഒരു ക്ലാസ്സിൽ തന്നെ 1 വർഷമോ അതിൽ കൂടുതൽ സമയമോ ബഡേ ഭായ് സാഹബ് എടുക്കുമായിരുന്നു. उनके अनुसार जब तक प्रत्येक पाठ को गंभीरता से अध्ययन न किया जाए तब तक उसकी नींव भूख्या नहीं होगी. इसके विपरीत लेखक का मन पढ़ाई लिखाई में बिल्कुल नहीं लगता है. എന്നാൽ നമ്മുടെ ലേഖകൻ ആരാണ്? ചോട്ടെ ഭായി ആണ്. ലേഖക മൻ പഠായി ലിഖായി മേ നെഹി ലഗ്തി ഹെ. മനസ്സിലായോ? ലേഖകന് മൂത്തയാളും ഇളയാളും രണ്ടുപേരും പഠിക്കുവാണ്. 5 വയസ്സിൻ്റെ ഡിഫറൻസ് ഉണ്ട്. 3 ക്ലാസ്സിൻ്റെ വ്യത്യാസം മാത്രമേ അവർക്കിടയിലുള്ളൂ. പിന്നെ എന്താണ്, അവർ ഒരു ഹോസ്റ്റലാണ് താമസിക്കുന്നത്. അപ്പോൾ മൂത്തയാൾ പഠിക്കാൻ ഇച്ചിരി ഉഴപ്പനായിരുന്നു. അവൻ 1 വർഷമല്ല, 1 വർഷത്തെ ജോലി 2 വർഷം കൊണ്ടൊക്കെ ചെയ്തു തീർക്കത്തുള്ളായിരുന്നു. പക്ഷേ ഇളയാൾ പഠിക്കാനുള്ള മനസ്സുണ്ടായിരുന്നോ അദ്ദേഹത്തിന്? ഇല്ല. इसके विपरीत लेखक का मन पढ़ाई लिखाई में बिल्कुल नहीं लगता है. मैं छोटा था. ഞാൻ ചെറുതാണ്. വേ ബഡേ थे. അവർ വലുതാണ്. മേരി ഉമ്ര 9 साल की थी. എൻ്റെ വയസ്സ് എത്രയാണ്? 9 വയസ്സാണ്. और वह 14 साल के थे. അവൻ്റെ വയസ്സ് എന്താണ്? മൂത്തയാളുടെ 14 വയസ്സാണ്. उन्हें मेरी तंफीर और निर्गरणी का पूरा और जन्मसिद्ध अधिकार था. എന്ന് വെച്ചാൽ എൻ്റെ എല്ലാ ഉത്തരവാദിത്വവും എന്നെ നോക്ക് എല്ലാ ദേഖ്ഭാൽ കർണ എൻ്റെ എല്ലാ ഉത്തരവാദിത്വവും ആ ചേട്ടൻ്റെ മേളിലായിരുന്നു. और मेरी शालीनता इसी में थी कि उसी हुक्म को कानून समझും. അവൻ്റെ ആജ്ഞകളെല്ലാം അത് അനുസരിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ അവൻ്റെ എല്ലാ ഉത്തരവാദിത്വവും ചേട്ടനാണ് നിർവഹിച്ചുകൊണ്ടിരുന്നത്. എല്ലാ കാര്യങ്ങളും ചേട്ടനാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇളയ ആൾക്ക് പഠിക്കാനായിട്ട് ഇഷ്ടമൊന്നുമില്ലായിരുന്നു. ഉസി खेलकूद में अधिक रुचि नहीं है. सॉरी, उसकी किस में अधिक रुचि नहीं है? पढ़ाई लिखने का अधिक रुचि नहीं है, खेलकूद में अधिक रुचि है. പഠിക്കാനൊന്നും അധികം ഇഷ്ടമില്ലായിരുന്നു. എന്തിനാണ് ഇഷ്ടം? കളിക്കാൻ വേണ്ടി മാത്രമാണ് ഇഷ്ടം. അപ്പോൾ അതിനകത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. കഥാനായിക്ക് രുചി കിൻ കാര്യമേന്തി. കഥാനായകൻ്റെ രുചി എന്ത് കാര്യത്തിലാണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. കഥാനായിക്ക് രുചി പഠായി ലിഖായിക്ക് അപേക്ഷ ഖേൽകൂദ് അധിക് അച്ഛാ ലഗ്താ ഹെ. കഥാനായകൻ്റെ രുചി പഠിക്കുന്നത് അപേക്ഷിച്ച് ഖേൽകൂദ് അധിക് അച്ഛാ ലഗ്താ ഹെ. उसकी रुचि कागज़ की तितलियाँ उड़ाना, दीवार पर चढ़कर नीचे कूदना. कागज़ की तितलियाँ उड़ाना मीन्स പേപ്പർ വെച്ചിട്ട് നമ്മുടെ പക്കി ഉണ്ടാക്കി കളിക്കുക. और दीवार पर चढ़कर नीचे कूदना, മേളിൽ കയറിയിട്ട് താഴത്തേക്ക് ചാടുക. മറ്റേ ഗേറ്റിൻ്റെയൊക്കെ മേളിൽ കയറിയിട്ട് താഴത്തേക്ക് ചാടുക. ഫാട്ടക് പർ സവാർ ഹോക്കർ മോട്ടോർ കാർക്ക് ആനന്ദ് ലേന. ഗേറ്റിൽ ഇങ്ങനെ പിടിച്ചിങ്ങനെ കൊച്ചു കുഞ്ഞുങ്ങൾ ഓടുന്ന കണ്ടിട്ടില്ലേ? മോട്ടോർ കാർക്ക് ആനന്ദ് ലേന. വോളിബോൾ ഖേൽന. ഇതൊക്കെയായിരുന്നു ഇഷ്ടം.
വ സ്വഭാവ സെ ബഡി അധ്യയനശീൽ थे ആരാണ് ചേട്ടായി പഠിക്കാനായിട്ട് ഭയങ്കര അധ്യയനശീലനാണ് हरदम किताब खोले बैठे रहते और शायद दिमाग को आराम देने के लिए कभी कॉपी पर किताब के होशियों पर चिड़िया कुत्तों बिल्लियों की तस्वीर बनाया करती है ഫുൾ ടൈം ചേട്ടായിസ് പഠിക്കാൻ വേണ്ടി ഇരിക്കുവാണ് പക്ഷേ ജയിക്കാറില്ല കേട്ടോ എന്നാലും പഠിക്കാൻ വേണ്ടി ഇരിക്കുവാണ് അപ്പോൾ അയാൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് മറ്റേ കോപ്പികളിലും കോപ്പി ബുക്ക് മറ്റേ നമ്മുടെ നോട്ട്ബുക്കിൻ്റെ ഹോഷിയോമ്പർ പേജസിലും മാർജിനിലും ഒക്കെ ഓരോ പേരുകളും കുത്തൊക്കെ ബില്ലി അവരുടെയൊക്കെ പടങ്ങളൊക്കെ വരച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് कभी कभी एक ही नाम या शब्द या वाक्य 10-20 बार लिखते हैं ഒരേ പേര് തന്നെ 10-20 തവണ എഴുതും കബി ഏക് ഷേർ കോ ബാർ ബാർ സുന്ദർ അക്ഷരമേ നകൽ കർത്തിയതേ ഒരു അക്ഷരത്തിനെ തന്നെ വീണ്ടും 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 അതിൻ്റെ പുറത്തോട്ട് എഴുതി അതിനെ ഭംഗിയായിക്കൊണ്ടിരിക്കും കബി ഐസി ശബ്ദരചന കർത്തി ജിസ്മേ ന കോയി അർത്ഥ ഹോത്താ ഹെ ബിനാ അർത്ഥവാല ശബ്ദരചന കർത്തി ഹെ ഒരു അർത്ഥവും ഇല്ലാത്ത ശബ്ദരചനകൾ ചെയ്യുന്നുണ്ട് ന കോയി സമഞ്ജസ്യ ഓക്കെ അപ്പോൾ ഇവിടെ ബഡേ സാഹിബ് എന്താണ് ബഡേ സാഹിബ് നല്ല അധ്യയനശീലനാണ് സാഹിബ് നല്ല അധ്യയനശീലനാണ് അപ്പോൾ എന്താണ് ചെയ്യുന്നത് കിതാബ് കെ ഹോഷിയോं पर बिल्ली कुत्ता आदि का तस्वीर बनाती हैं और बिना अर्थ वाला शब्द रचना करती हैं एक ही अक्षर नाम 10 और 30 बार लिखती है ഇതൊക്കെയാണ് ആര് ചെയ്യുന്നത് ബഡേ ഭായ് സാഹിബ് ചെയ്യുന്നത് मलसम एक बार उनकी कॉपी पर मैंने एक इबारत देखी स्पेशन आमिना भाई भाइयों दरअसल भाई भाई राधेश्याम श्रीयुत हृदयश्याम एक खंडे तक इसके बाद एक आदमी का चेहरा बना हुआ है അതായത് പല പല കാര്യങ്ങൾ ബുക്കിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എഴുതി വെക്കുന്നതിനെ കുറിച്ചിട്ടൊക്കെയാണ് ആര് പറയുന്നത് ചോട്ടേബായി പറയുന്നത് ബഡേബായ് സാഹിബ് പഠിക്കാനായിട്ട് ഒത്തിരി അധ്യയനശീലനാണ് ഒത്തിരി സമയം പഠിക്കാൻ വേണ്ടി ഇരിക്കും പക്ഷേ അവൻ്റെ ശ്രദ്ധ എന്തിലല്ല പഠിത്തത്തിലല്ല അവൻ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ബുക്സിലൊക്കെ ഓരോ കാര്യങ്ങൾ എഴുതി വെക്കുകയും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ആര് ചെയ്യുന്നത് ബഡേബായ് സാഹിബ് ചെയ്യുന്നത് वह एक घंटा भी एकाग्रित होकर नहीं पढ़ पाता इसलिए उसे भाई साहब की डांट फटकर सामना कर पड़ती है मैंने बहुत चेष्टा की इस पहली का कोई अर्थ निकालो लेकिन असफल रहा और उनसे पूछने का साहस न हुआ ഞാൻ ഒത്തിരി ഞാൻ പരിശ്രമിച്ചു എന്തിനു വേണ്ടിയിട്ടാണ് ഇതിൻ്റെ മീനിങ് ഒന്ന് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി ഞാൻ ഒത്തിരി ശ്രമിച്ചു പക്ഷേ എനിക്ക് മനസ്സിലായില്ല അത് ചേട്ടനോട് ചോദിക്കാനുള്ളൊരു പേടിയും എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നു मैंने बहुत चेष्टा की या कोशिश की इस पहली का कोई अर्थ निकालो लेकिन असफल रहा और उनसे पूछने का साहस न हुआ है ആ ചേട്ടനോട് ചോദിക്കാനുള്ളൊരു പേടി ആർക്കുണ്ടായിരുന്നു നമ്മുടെ ചോട്ടേഭായിക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ചോട്ടേഭായി ഒന്നും ചോദിക്കില്ലായിരുന്നു वह नवी जमात में थी नवीं कक्षा में थी मैं 5वीं അയാൾ 9ലാണ് പഠിക്കുന്നത് ഞാൻ 5ാം ക്ലാസ്സിലാണ് ഉൻകെ രചനാക്കോ സമസ്ന മേരെ ലിയേ ചോട്ടി മോ ബഡി ബാത്ത് ഹേ അദ്ദേഹം എഴുതുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക എന്ന് പറയുന്നത് എൻ്റെ ചെറിയ വായിൽ വലിയ വർത്തമാനം പറയുന്ന കണക്കാണ് അത്രയും കൊണ്ട് എനിക്ക് അതൊന്നും മനസ്സിലാകാത്തത് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം വലിയ ക്ലാസ്സിൽ പഠിക്കുന്നത് കൊണ്ടായിരിക്കാം എന്നൊക്കെ നമ്മുടെ ചോട്ടേഭായി എന്ത് ചെയ്യുവാണ് ആശ്വസിക്കുവാണേ ഓക്കെ അടുത്തത് നോക്കിയാൽ മോനെ वो नवीन जमात में थी मैं 5वीं उनकी रचनाओं में समझना मेरे लिए छोटी मुँह बड़ी बात अपनी हैसियत से बढ़कर भी അതായത് ചോട്ടി മോ ബഡി ബാത്ത് എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ എൻ്റെ ഈ ചെറിയ മുഖം കൊണ്ട് കൊണ്ട് വലിയ വർത്തമാനം പറയുന്ന പോലെയാണ് मेरा जी पढ़ने में बिल्कुल न लगता था एक घंटा भी किताब में लेकर पहाड़ता था मौका पाते ही हॉस्टल से निकलकर मैदान में आ जाता है और कभी ककरियाँ उजलता कभी कागज़ की तितलियाँ उड़ाता और कहीं कोई साथी मिल गया तो पूछना ही क्या എന്ന് വെച്ചാൽ എന്താണ് മേരാ ജി പഠനെ में बिल्कुल न लगा था എൻ്റെ മനസ്സൊരിക്കലും പഠിക്കാൻ നിൽക്കത്തില്ല एक घंटा भी किताब लेकर बैठना पहाड़ था ഒരു മണിക്കൂർ പുസ്തകമായിട്ടിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് मौका पाते ही हॉस्टल से निकलकर मैदान में आ जाता है ഒരവസരം കിട്ടിയാൽ हॉस्टल से निकलकर मैदान में आ जाता है मैदाനത്തിലേക്ക് പോകും और कभी ककरियाँ उड़ाना कभी कागज़ की तितलियाँ उड़ाना और कोई साथी मिल गया तो पूछना ही क्या ഒരു ഫ്രണ്ടിനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ചോദിക്കേണ്ട കാര്യമുണ്ടോ ഇല്ല അവൻ്റെ ഉദ്ദേശം എന്താണ് ഈ കളിക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമാണ് लेखक अवसर पाते ही हॉस्टल से बाहर खुली हवा में कभी ककरियाँ उजालने लगता है അവസരം കിട്ടിക്കഴിഞ്ഞാൽ കളിക്കാൻ വേണ്ടി പോകും कभी कागज़ की तितलियाँ उड़ाना तो कभी किसी साथी के साथ 4 दीवारों पर चढ़कर नीचे कूदना വെറുതെ മതിലുകളിലൊക്കെ കയറി താഴത്തോട്ട് ചാടുക ഇങ്ങനെയുള്ള ചെറിയ കലാപരിപാടികളൊക്കെയാണ് ചെയ്യുന്നത് कभी 4 दीवार पर चढ़कर नीचे कूद रहे कभी फाटक पर सवार होकर मोटर कार का आनंद लेना उसे आगे पीछे चलाते हुए मोटर कार का आनंद उठा लेना लेकिन कमरे में आते ही भाई साहब का वह रौद्र रूप देखकर कार प्राण सूख जाते हैं വീട്ടിലേക്ക് തിരിച്ചു വന്നു കഴിയുമ്പോഴത്തേക്കിനും ഭായ് സാഹിബിൻ്റെ ആ ഒരു രൗദ്രഭാവം കാണുമ്പോഴത്തേക്കിനാണ് എനിക്ക് പേടി വരുന്നത് കഥാനായിക്ക് രുചി കിസ് കാര്യവും എന്തി കഥാനായിക ആരാണ് നമ്മുടെ ചോട്ടേബായിയാണ് ചോട്ടേബായിയുടെ രുചി എന്തിലാണ് ടേസ്റ്റ് എന്തിനാണ് കഥാനായിക്ക് രുചി പഠായി ലിഖായിക്ക് അപേക്ഷ
खेलकूद अधिक अच्छा लगता है. उसका रुचि कागज की तितलियां उड़ाना, दीवार पर चढ़कर नीचे कूदना, फाटक पर सवार होकर मोटर कार का आनंद लेना, वॉलीबॉल खेलना आदि है. ओके. बड़े भाई साहब छोटे भाई से हर समय वह पहले सवाल पूछते हैं. എവിടെ കളിച്ചിട്ട് വന്നാലും ബഡേ ഭായ് സാഹബ് ചോട്ടാ ഭായിയോട് സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ബഡേ ഭായ് സാഹബ് ചോട്ടെ ഭായ് സെ ഉസ്കി സുരക്ഷാക്കി ദൃഷ്ടി സെ, എങ്ങനെയാണ് ചോദിക്കുന്നത്? സുരക്ഷയുടെ ദൃഷ്ടിയോടെയാണ് നോക്കുന്നത്. സുരക്ഷാക്കി ദൃഷ്ടി സെ സവാൽ പൂछते हैं कि कहाँ थे, എവിടെയായിരുന്നു, കലിപ്പിച്ച് ചോദിക്കുന്നതാണ് എവിടെയായിരുന്നു. ഉൻകാ പഹല സവാൽ ഏ ഹോത്താ കहाँ थे, എപ്പോഴും ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? കहाँ थे എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഹമേശ ഈ സവാൽ ഇസി ധ്വനിമേ ഹമേശ പൂച്ച, എപ്പോഴും സെയിം കലിപ്പിലാണ് ചോദിക്കുന്നത്. और इसका जवाब मेरे पास केवल मौन था. ഇതിൻ്റെ ആൻസർ എൻ്റെ മുന്നിലെന്ന് വെച്ചാൽ മിണ്ടാതിരിക്കുക എന്നുള്ളതാണ്. ന ജാനെ മേരെ മുഹ് സെ ബാത് ക്യോം നഹീ നികൽത്തി ജറാ ബാഹർ ഖേൽ രഹാ ഹൈ, എന്തുകൊണ്ടാണ് എൻ്റെ വായിൽ നിന്ന് ഞാൻ പുറത്ത് കളിക്കുവാണ് എന്നുള്ളൊരു അങ്ങനൊരു വാക്ക് വരാത്തത്? എനിക്ക് ബഡേ ഭായിയെ പേടിയാണ്, അതുകൊണ്ട് എന്താണ് ഞാൻ അങ്ങനൊരു വാക്ക് പറയാറില്ല. मेरा മൗൻ കഹ് ദേതാ था कि मुझे मेरा अपराध स्वीकार है, ഞാൻ എൻ്റെ തെറ്റ് സ്വീകരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. और भाई साहब के लिए उसके जीवा और कोई इलाज न था कि स्नेह और औष्क में मिले हुए शब्दों में मेरे सत्कार करे. ഭായ് സാഹബിന് എന്താണ്? ഭായ് സാഹബ് സ്നേഹത്തോടുകൂടി അവനെ സ്വീകരിക്കത്തില്ല, എപ്പോഴും കൽപ്പിച്ചാണ് ചോദിക്കുന്നത്. എവിടെയായിരുന്നു, എന്തായിരുന്നു, എവിടെ പോയി എന്നൊക്കെ ഉള്ള ചോദ്യമാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചോട്ടെ ഭായ് എന്ത് ചെയ്യും? മിണ്ടാതിരിക്കും. ഈ മിണ്ടാതിരിക്കുമ്പോഴത്തേക്കിനും അവൻ അവൻ്റെ തെറ്റ് മനസ്സിലാക്കി സ്വീകരിച്ചു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ. അല്ലാതെ ഭായ് സാഹബ് ഒന്ന് സ്നേഹത്തിൽ ചോദിച്ച് ഞാൻ ചിലപ്പോൾ അവൻ ആൻസർ പറയുമായിരിക്കും, പക്ഷേ സ്നേഹത്തിലാരും ചോദിക്കത്തില്ല, ഭായ് സാഹബ് ചോദിക്കത്തില്ല. പഹല സവാൽ ക്യാ പൂछे, എന്തുവായിരുന്നു എപ്പോഴും ചോദിക്കുന്നത്? എന്തുവാണ്? കहाँ थे, എവിടെയായിരുന്നു. इस तरह अंग्रेज़ी पढ़ेगी तो जिंदगी भर पढ़ने रहोगी और एक हर्फ ना आएगा. अंग्रेजी पढ़ना कोई हंसी खेल नहीं है कि जो चाहे पढ़ ले, नहीं ऐरा गैरा नतखु खैरा, सभी अंग्रेजी के विद्वान होती है. അതായത് ഇംഗ്ലീഷ് പഠിക്കാൻ ഇത്ര എളുപ്പമാണെന്നാണോ നിൻ്റെ വിചാരം? ഇംഗ്ലീഷ് പഠിക്കാൻ ഭയങ്കര പാടാണ്, ഇതൊക്കെ പഠിച്ചെടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? ബഡേ ഭായ് സാഹബ് ഉപദേശം തുടങ്ങും. उसे समय समय पर उपदेश देने लगते हैं और पढ़ाई का महत्व समझते हैं, जिससे वह अपना ध्यान पढ़ाई में लगाए. लेकिन लेखक को तो उस कठिन परिश्रम को सोचकर ही चक्कर आते हैं, तो उसे बड़े भाई दिन रात आते थे. അതായത് ലേഖകന് പേടിയാണ്, അയ്യോ ഇത്രയും കാര്യങ്ങളൊക്കെ പഠിക്കണമല്ലോ എന്നുള്ള ടെൻഷനാണ് ലേഖകൻ. യഹാ രാത് ദിൻ ആംഗേं फोड़नी पड़ती है और खून जलाना पड़ता है, तब कहीं एक विद्या आती है. आती क्या है? हाँ कहने को आ जाती है. किंतु लेखक को अपनी लिखती का एहसास भी होता है और उसको सुधारने के लिए भाई साहब की कई तरह परिश्रम करने को निश्चय करता. उस पर अमल करने के लिए फट एक टाइम टेबल बना देता है. അങ്ങനെ നമ്മുടെ ചോട്ടെ ഭായ് പഠിക്കാൻ തന്നെ തീരുമാനിച്ചു. അപ്പോൾ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കാനും തീരുമാനിച്ചു. छोटे भाई ने सोचा वह टाइम टेबल के अनुसार दिन रात पढ़ा करेगा. छोटे भाई ചിന്തിച്ചു എന്ന് വെച്ചാൽ ടൈം ടേബിൾ അനുസരിച്ച് ദിവസം മുഴുവൻ പഠിക്കണം. और खेल कूद के बिल्कुल छोड़ देंगे, കളി മുഴുവനായിട്ട് ഉപേക്ഷിക്കണം. लेकिन खेल कूद की रुचि तथा पुस्तकों की अरुचि होने के कारण, കളിക്കാനുള്ള ടേസ്റ്റും പുസ്തകങ്ങളോടുള്ള ടേസ്റ്റ് കുറവും കാരണം വ ഉസ്ക പാലൻ നഹി കർ പായ, ആ ടൈം ടേബിൾ പാലിക്കാനായിട്ട് അദ്ദേഹത്തിന് നമ്മുടെ ചോട്ടെ ഭായിക്ക് പറ്റിയില്ല. ओके. നോക്കിയേ, ചോട്ടെ ഭായി ने अपने पढ़ाई का टाइम टेबल बनाते समय क्या क्या सोचा, ടൈം ടേബിൾ ഉണ്ടാക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് ചോദിച്ചത്, और ചിന്തിച്ചത്, और फिर उसका पालन क्यों नहीं कर पाया, എന്തുകൊണ്ടാണ് അത് പാലിക്കാൻ പറ്റാഞ്ഞത്. छोटे भाई ने सोचा वह टाइम टेबल के अनुसार दिन रात पढ़ा करेंगे, टाइम टेबल അനുസരിച്ച് ദിവസം മുഴുവൻ പഠിക്കും. तथा खेलकूद बिल्कुल छोड़ देंगे, खेलकूद എന്ത് ചെയ്യും? പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കും. लेकिन खेलकूद भी रुचि तथा पुस्तकों की अरुचि होने के कारण, കളിക്കാനുള്ള രുചിയും പുസ്തകത്തിനോടുള്ള ടേസ്റ്റ് കുറവും കാരണം വ ഉസ്ക പാലൻ നഹി കർ സക, അവന് എന്ത് ചെയ്യാൻ പറ്റിയില്ല? അത് പാലിക്കാനായിട്ട് പറ്റിയില്ല. ഓക്കെ. അപ്പം ഈ ഇവിടെ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ ബഡേ ഭായ് സാഹബ് ചോട്ടെ ഭായിയെ ഉപദേശിക്കുന്നതാണ്. ഈ ഉപദേശിച്ച് കഴിയുമ്പോഴത്തേക്കിനും ചോട്ടെ ഭായ് എന്ത് ചെയ്യും? പഠിക്കാൻ വേണ്ടി തീരുമാനിക്കും, ഒരു ടൈം ടേബിളൊക്കെ തയ്യാറാക്കും. ടൈം ടേബിളിന് കളിക്കൊരു സ്ഥാനവും ഇല്ല, ഫുൾ ടൈം പഠിക്കാനുള്ള കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ അത് പാലിക്കാൻ പറ്റിയിട്ടുണ്ടോ? അത് പാലിക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണ് അത് പാലിക്കാൻ പറ്റാത്തത്? ഖേൽക്കൂദ്ക്ക് അധികം രുചി, കളിക്കാനുള്ള ടേസ്റ്റ് കൂടുതലും അല്ലെങ്കിൽ കളിക്കാനുള്ള ഇഷ്ടം കൂടുതലും, അവർ പഠായി ലിഖായിക്ക് അരുചി കളിക്കാനുള്ള ഇഷ്ടം കൂടുതലും പഠിക്കാനുള്ള ഇഷ്ടം കുറവും ആയത് കാരണമാണ് എന്ത് ചെയ്ത് ടൈം ടേബിൾ പാലിക്കാനായിട്ട് പറ്റാഞ്ഞത്.
ഓക്കെ, ഇത്രയും മനസ്സിലായല്ലോ മക്കൾസേടാ. ഇങ്ങനെ ചോട്ടേ ഭായിയുടെയും ബഡേ ഭായിയുടെയും കാകത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഒരു ചെറിയ പോർഷൻ മാത്രമേ മിസ് ഇന്ന് എടുത്തിട്ടുള്ളൂ. അപ്പം അത് നിങ്ങൾ നന്നായിട്ട് പഠിച്ചിരിക്കണം കേട്ടോ. അതിനകത്ത് 2 ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. കഥാനായിക്ക് രുചി കിസ് കാര്യമെന്തി. കഥാനായിക എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ചോട്ടേ ഭായിയാണ്. അദ്ദേഹത്തിൻ്റെ രുചി എന്തിനാണ്? കഥാനായിക്ക് രുചി പടായി ലിഖായിക്ക് അപേക്ഷ खेलकूद अधिक अच्छा लगता है. उसका रुचि कागज़ की तितलियाँ उड़ाना, दीवार पर चढ़कर नीचे कूदना, फाटक पर सवार होकर मोटर कार का आनंद लेना, वॉलीबॉल खेलना आदि. ओके, അടുത്തത് छोटे भाई ने अपने पढ़ाई का टाइम टेबल बनाते समय क्या क्या सोचा, फिर उसका पालन क्यों नहीं कर पाया. छोटे भाई ने सोचा वह टाइम टेबल के अनुसार दिन रात पढ़ा करेगा तथा खेलकूद बिल्कुल छोड़ देगा, लेकिन खेलकूद की रुचि तथा पढ़ाई की अरुचि के कारण वह उसका पालन नहीं कर सका. എല്ലാവരും നന്നായിട്ട് വീഡിയോ കാണണം കേട്ടോ. ഓക്കെ മക്കളെ, ബൈ.